ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മഹാസ്നേഹത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. നമ്മുടെ ദൈവം നമ്മളെ അതിമനോഹരമായി സ്നേഹിക്കുന്നു. ഒരുപാട് നമ്മളെ തന്നോട് ചേർത്ത് നിർത്തുന്നു. ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയും. പ്രത്യേകം ഈശോ രൂപാന്തരീകരണ തിരുനാളാണ്. താബോർ മലയിൽ നമുക്ക് വേണ്ടി രൂപാന്തരീകരിക്കപ്പെട്ട് സ്വർഗത്തിൻ്റെ വലിയ മഹത്വം നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന കർത്താവിനെ പോലെ നമുക്കും വലിയ വിശുദ്ധിയിൽ വിശുദ്ധീകരിക്കപ്പെട്ട് അവനോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കണം. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം 17-ാമത്തെ വചനം കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ പ്രകാരം പറയുന്നുണ്ട്: അങ്ങ് അവരെ സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അങ്ങയുടെ വചനമാണ് സത്യം. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഞാനും നിങ്ങളുമൊക്കെ സത്യം നമ്മളെ സ്വന്തമാക്കും നമുക്കറിയാമെങ്കിലും സത്യത്തെ അതേപടി ചിത്രീകരിക്കാൻ പലപ്പോഴും നമ്മൾക്കൊക്കെ പറ്റുന്നില്ല. കർത്താവിൻ്റെ വചനം ഇവിടുത്തെ താബോറിലെ രൂപാന്തരീകരണം വഴി ഈശോ നമ്മളെ പഠിപ്പിച്ചതാണ്. അതാണ് സത്യം. ഒരു രൂപാന്തരീകരിക്കപ്പെട്ട അവസ്ഥ, സ്വർഗത്തിനൊരു കൂട്ടായ്മ. അതാണ് എനിക്ക് നിനക്കും വേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഒരു തിരിച്ചറിവ് സ്വയവിശുദ്ധീകരണത്തിലൂടെ ഈശോയുടെ സ്നേഹത്തിലേക്ക് അടുക്കാൻ ഈശോ നമ്മളെ സഹായിക്കട്ടെ. അതിനോട് കൃപ നമുക്ക് ഈശോയോട് ചോദിക്കാം. കർത്താവെ, ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ രൂപാന്തരീകരണത്തിൻ്റെ ആ കൃപ നിറവിലേക്ക് നയിക്കണമേ എന്ന് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ.